പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ +2 കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള 1 ഇയർ പ്രോഗ്രാമായ റിപ്പീറ്റേഴ്സ് ജെഇ മെയിൻ 2026 ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് എങ്ങനെ വളരെ അനായാസം അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് അതിൽ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രില്യൻ പാലയുടെ വെബ്സൈറ്റാണ്. നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇവിടെ വിവിധ കോഴ്സുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമാണ്. ആദ്യമേ തന്നെ കിടക്കുന്നു. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റഡി സെൻറ്ററിൽ വിവിധ തരത്തിലുള്ള റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമുകളുണ്ട്. ലൈക്ക് ഫോർ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ, നീറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് ജെഇ മെയിൻ ആണ്. ജെഇ മെയിൻ ഇവിടെ ഉണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജെഇ മെയിൻ്റെ തന്നെ ഒരു പ്രത്യേക പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം. കോഴ്സ് ബ്രൗഷർ, കോഴ്സ് വീഡിയോ, സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെയുണ്ട്. നമ്മൾക്കിപ്പോൾ വേണ്ടത് ഈ ഒരു പച്ച ഇതിൽ കാണുന്ന രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമ്മൾ രജിസ്ട്രേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബ്രില്യൻ പാലയുടെ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരമുള്ള സ്റ്റുഡൻറ്റ് IDയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ അനായാസം ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് IDയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡോ മറന്നുപോയി എന്നിരിക്കട്ടെ, അവിടെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ചോദ്യം സൈറ്റ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു വിൻഡോയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID നിങ്ങൾക്ക് ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, അതായത് നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത അതേ മൊബൈൽ നമ്പർ ഇവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ആ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു SMS വഴി നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID നിങ്ങളുടെ പാസ്വേഡും ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് ID വെച്ച് നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റിൽ കയറുന്നതെങ്കിൽ ഇവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് മറ്റൊരു വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ആകും. അവിടെ ആദ്യമേ തന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നുകൂടി അടിക്കുക. എന്നിട്ട് ഈ ഒരു എഗ്രി ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിൻഡോ നമുക്ക് ചേർക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മളവിടെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ടിക്ക് ചെയ്തതിന് ശേഷം താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്കൊരു OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു OTP എൻ്റർ ചെയ്യാനുള്ള വിൻഡോ നമുക്ക് വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കായിരിക്കും വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ടായിരിക്കും ആ ഒരു OTP വന്നിരിക്കുന്നത്. അത് ഫോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ചേർക്കാം. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ ആ ഒരു OTP സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രില്യൻ പാലയുടെ സൈഡിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് കോർണറിൽ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് IDയും എഴുതിയിരിക്കുന്നത് കാണാം. ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം 12th ശേഷം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതായതുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ ഫോർ ക്ലാസ് 12th പാസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന, അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന കോഴ്സുകളുടെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റേഴ്സ് 2026 ജെഇ മെയിൻ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ആണ്. നമുക്കിവിടെ കാണാം. ഓപ്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. അത് റിപ്പീറ്റേഴ്സ് 2026 ജെഇ മെയിൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ 2 വിധത്തിൽ നമ്മൾ കോഴ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ 2 കോഴ്സിലേക്കുമുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഓഫ്ലൈൻ കോഴ്സിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ ചില കാര്യങ്ങൾ എൻ്റർ ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. ആദ്യമേ തന്നെ വലത്തെ സൈഡിൽ നമുക്ക് സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ് എങ്കിൽ ഇത്രയധികം സെൻറ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് സെൻറ്ററാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഫോർ മൈ കൺവീനിയൻസ് പാലയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അടുത്തത് പ്രിഫേർഡ് ബാച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മുടെ ആദ്യ ബാച്ച് തുടങ്ങുന്നത് ജൂൺ 2025 അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. താഴെ മറ്റ് 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റൽ റിക്വയർഡ് ആണോ അതോ നിങ്ങൾ ഡേ സ്കോളർ ആയിട്ടാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഫോർ എക്സാമ്പിൾ ഹോസ്റ്റൽ റിക്വയർഡ് എനിക്ക് വേണം, ഹോസ്റ്റൽ വേണം. അപ്പോൾ ഹോസ്റ്റൽ റിക്വയർഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ യെസ് എന്ന് കൊടുക്കുന്നു. ശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പേജിൽ നിന്ന് നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ലൈക്ക് നമ്മുടെ 10th ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ 12th ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും. 10th ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ സെലക്ട് സ്ട്രീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അവിടെ CBSE, SSLC, ICSE അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ CBSE ആണ് എടുക്കുന്നത്.
അപ്പോൾ CBSE എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കുറേ അധികം ബോക്സസ് വന്നിട്ടുണ്ട് ഫില്ല് ചെയ്യാനുള്ള. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ഡേ, മന്ത്, ഇയർ അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗ്, അതുപോലെ നിങ്ങളുടെ റിസൾട്ട് സ്റ്റാറ്റസ് അതും ഫില്ല് ചെയ്യുക. അതിനുശേഷം 10ാം ക്ലാസ് നിങ്ങൾക്ക് സയൻസ്, മാത്സ് വിഷയങ്ങളിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ ഇതാ അപ്ലോഡ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ +2 ഡീറ്റെയിൽസ് ആണ് ഇനി എൻ്റർ ചെയ്യാനുള്ളത്. അവിടെയും സെലക്ട് സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എഗെയിൻ CBSE ആണ് ഞാൻ കൊടുക്കുന്നത്. വീണ്ടും കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അവിടെ 12ാം ക്ലാസ്സിൻ്റെ ഇയർ ഓഫ് പാസിംഗ്, നിങ്ങളുടെ റിസൾട്ട് സ്റ്റാറ്റസ്, അവിടെ നിങ്ങളുടെ 12ാം ക്ലാസ്സിൻ്റെ റോൾ നമ്പർ എൻ്റർ ചെയ്യണം. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ +2ൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകളും ഇവിടെ എൻ്റർ ചെയ്യുക. അതോടൊപ്പം +2വിൻ്റെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് തന്നെയുമല്ല 2025 JEE മെയിൻ എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കിട്ടിയ പെർസെൻറ്റൈൽ സ്കോർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അതിനായി ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ JEE മെയിൻ 2025 എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ സൈഡിലായിട്ടൊരു ടിക്ക് ബോക്സ് ഉണ്ട്. ആ ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പരീക്ഷ എഴുതിയ വർഷം, നിങ്ങൾക്ക് ആ പരീക്ഷയിൽ കിട്ടിയ മാർക്ക്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ലഭിച്ച മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് എഴുതിയവരാണെങ്കിൽ ഈ പറയുന്ന ബോക്സസും ഫില്ല് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെയും +2വിലെയും മാർക്ക് ലിസ്റ്റും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്ത് നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇത്ര നേരം എൻ്റർ ചെയ്ത ആ ഒരു ഡീറ്റെയിൽസിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. ഇത് നോക്കിയാൽ ഇവിടെ കാണാം, ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റ് ഓപ്ഷനിലേക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്ത് നോക്കുക, ഒന്നുകൂടെ ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക, എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന്. അങ്ങനെ കൺഫേം ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ്ങിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫീ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അതിനുള്ളൊരു വിൻഡോ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ഫീ, അതിൻ്റെ ഫീ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. 2 രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഒന്ന് ഓൺലൈൻ വഴി, മറ്റൊന്ന് ബാങ്ക് വഴിയും. ഇതിലേത് മെത്തേഡാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വളരെ അനായാസം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഉപയോഗിച്ചോ വളരെ അനായാസം രജിസ്ട്രേഷൻ നടത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫീ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഞങ്ങളുടെ ഒരു ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സക്സസ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.